ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഇപ്പോൾ നിലവിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്നതിൻ്റെ സൂചന എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരാൻ പോകുന്നു എന്നതിനുള്ള ഒരു സൂചന തന്നെയാണ്. അപ്പോൾ PSC ഈ ഒരു എക്സാം CPOയുടെ എക്സാം കണ്ടക്ട് ചെയ്തത് ജൂലൈ മാസം 26-ാം തീയതിയായിരുന്നു PSC ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യത പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ ഒരു ഒക്ടോബർ, അതുപോലെ തന്നെ നവംബർ, ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ, ഈ ഒരു മാസങ്ങളിലായിരിക്കും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഒക്ടോബർ 10 അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇപ്പോൾ ഏത് ബറ്റാലിയൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജാണ് നിലവിൽ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എത്ര മാർക്കുള്ളവർക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ CPO എക്സാമുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഈസി ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഇത്തവണ CPOക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കൂടുമെന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാർക്ക് റേഞ്ചാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ SAP ബറ്റാലിയനിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മെസ്സേജ് വന്ന മാർക്ക് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നത് 57 ആ ഒരു റേഞ്ചിലുള്ള മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു മാർക്കാണ്. ആൻസർ കീയും കാര്യങ്ങളൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു മാർക്കാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റിസൾട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവ് മാർക്ക് കിട്ടാം, അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടാം. അപ്പോൾ നിലവിൽ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയൊരു മാർക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 57 മാർക്ക് അതിനേക്കാളും ചിലപ്പോൾ കുറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവരുണ്ടാകും, അതിനേക്കാൾ കൂടുതൽ മാർക്കുള്ള മെസ്സേജ് വന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത്തരത്തിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇതിൽ പറയുന്നൊരു ഡേറ്റ് ഉണ്ട്, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഇതിൽ പറയുന്നൊരു ഡേറ്റ് ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ, അതായത് അത് ആധാർ ആയാലും SSLC ആയാലും അതുപോലെ +2 ആയാലും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾ അതിൽ പറയുന്നത് പോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.